الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ പള്ളിയുടെ അകത്ത് ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ വിശാലമായ സ്വർഗീയ പൂങ്കാവനത്തിലും നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം റബ്ബ് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവ്വവിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും കാരുണ്യവാരിധിയായ തമ്പുരാൻ എല്ലാവർക്കും മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ കാരണവന്മാർ, മാതാപിതാക്കൾ, ഉടപ്പിറപ്പുകൾ, ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ കടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ മുതൽ ഉള്ള ബാക്കി ജീവിതം സന്തോഷത്തിലായി സമാധാനത്തിലായി ജീവിക്കുവാൻ പ്രപഞ്ചനാഥനായ റബ്ബ് ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസം കൂടി കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന പരിശുദ്ധമായ റമളാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം മഗ്‌രിബിന് ശേഷം നിലാവ് കണ്ടാൽ ഞായറാഴ്ച നോമ്പാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് റമളാൻ 1-ന്റെ ദിവസമായിരിക്കും. ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടാൻ റബ്ബ് നമുക്കെല്ലാവർക്കും ഭാഗ്യം നസീബാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ടതായ സക്കാത്തിനെ പറ്റി നാം ഒന്ന് അറിഞ്ഞിരിക്കൽ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും അവരുടെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാനായി തിരഞ്ഞെടുക്കുന്ന സമയം എന്ന് പറയുന്നത് റമളാൻ മാസമാണ്.
കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സമയമായതിന്റെ പേരിലും റിലീഫ് പ്രവർത്തനങ്ങൾ അടക്കമുള്ളതായ സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്യേണ്ടുന്ന മാസമായതിന്റെ പേരിലൊക്കെ ഞാനും നിങ്ങളുമൊക്കെ റമദാൻ മാസത്തിനെയാണ് സക്കാത്ത് കൊടുത്തു വീടുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായ ഒരു മാസമെന്ന് പറയുന്നു. സക്കാത്തിനെ സംബന്ധിച്ച് നാം ഒന്ന് പരിശോധിക്കുമ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെയുള്ള ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതായത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി തീർന്ന ഒരുത്തൻ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ നിസ്കാരത്തിനെ ഉപേക്ഷിക്കുന്നവനെ പോലെ, നോമ്പ് ഉപേക്ഷിക്കുന്നവനെ പോലെ വലിയ കുറ്റക്കാരൻ തന്നെയാണ് സക്കാത്തിനെ കൊടുത്തു വിടാതിരിക്കുന്നവനും. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും നിങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായ ഒരു സാമ്പത്തിക പ്രക്രിയയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല നിസ്കാരത്തെ പറ്റിയിട്ടെല്ലാം അല്ലാഹു തആല എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നതായ ഇബാദത്തായ നിസ്കാരത്തെ പറ്റി എവിടെയെല്ലാം പടച്ച റബ്ബ് സൂചിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെയും നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെടുത്തി പേഴ്സണൽ ആയിട്ടുള്ളതായ സാമ്പത്തിക വിശുദ്ധി ഉണ്ടാകണമെന്നുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം കൂടി ചേർന്ന് വരുന്നതായി നമുക്ക് കാണാം. ഞാൻ നട ഓതി വെച്ചതായ ആയത്തൊന്ന് പരിശോധിക്കുമ്പോൾ وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ وَمَا تُقَدِّمُوا لِأَنفُسِكُم مِّنْ خَيْرٍ تَجِدُوهُ عِندَ اللَّهِ. നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, നിങ്ങൾ സക്കാത്ത് കൊടുത്തു വീടണം. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി എന്തെല്ലാം മുൻകൂട്ടി തയ്യാറാക്കി സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ടോ, തജിദൂഹു ഇൻദല്ലാഹ്, അതിനൊക്കെ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാത്തിനെയും കൃത്യമായി പടച്ചവന്റെ അടുക്കൽ നാളെ നിങ്ങൾ എത്തിക്കുന്നതാണ്. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ഉൾക്കാഴ്ചയോടുകൂടി നിങ്ങളുടെ നിയ്യത്തുകളും പ്രവൃത്തികളും എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പടച്ച റബ്ബ് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കലും പഠിച്ചിരിക്കലും കൃത്യമായ രീതിയിൽ അത് നിർവഹിക്കലും വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അഅറാബിയായ ഒരു മനുഷ്യൻ വരികയാണ്. ഒരു അറാബിയായ ഒരു മനുഷ്യൻ നബി തങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമലിൻ, നബിയെ എനിക്കൊരു അമല് പഠിപ്പിച്ചു തരണം. ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം, ഇൽമു പറഞ്ഞു തരണം. ഇദാ അമിൽതുഹു ദഖൽതുൽ ജന്ന, ഞാൻ ആ അമല് പ്രവർത്തിച്ചാൽ, ഞാൻ ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിൽ കടക്കണം. അത്തരത്തിലുള്ളതായ ഒരു സൽക്കർമ്മത്തെ പറ്റിയ പ്രവാചകരെ എനിക്ക് പറഞ്ഞു തരണമെന്ന് ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഅബ്ദുല്ലാഹ ലാ തുശ്രിക് ബിഹി ശൈആ, തഅബ്ദുല്ലാഹ ലാ തുശ്രിക് ബിഹി ശൈആ, നീ അല്ലാഹുവിനെ യാതൊരു തരത്തിലും പങ്കു ചേർക്കാതെ കൃത്യമായി നീ അല്ലാഹുവിനെ ആരാധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം 5 നേരം നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നീ അള്ളാഹുവിന് പങ്ക് ചേർക്കരുത് എന്ന് പറയുന്നതിന്റെ ആവശ്യകതയുണ്ടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയുന്ന സന്ദർഭത്തിൽ ബിംബാരാധനകളിൽ നിന്നും സ്വഹാബത്തുൽ കിറാം മോചിതരായി വരുന്ന സമയമാണ്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോ 2025 നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ആരാധനകളെ സംബന്ധിച്ചും നമ്മുടെ ഇബാദത്തിനെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചും ഒക്കെ വികലമായ പല അഭിപ്രായങ്ങളും നിലനിൽക്കുകയും പുറത്തു വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താകുന്ന ആ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തഅബ്ദുല്ലാ, നീ അല്ലാഹുവിനെ ആരാധിക്കണം. ലാ തുശ്രിക് ബിഹി ശൈആ, നിന്റെ അഭിപ്രായങ്ങൾക്ക് മുന്നിൽ ഇസ്ലാമിനെ പണയപ്പെടുത്തുവാനോ നിന്റെ ഇംഗിതത്തിന് വേണ്ടി ഇസ്ലാമിനെ നശിപ്പിക്കാനോ നീ നിൽക്കരുത്. നീ അള്ളാഹുവിനെ കൃത്യമായി നീ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചവനായി മാറണം.
വതുഖീമുസ് സ്വലാ, നീ നിസ്കാരം നിലനിർത്തണം. അൽ മക്തൂബത, ആ നിസ്കാരം നിനക്ക് ഫർള് തന്നെയാണ്. അങ്ങനെയുള്ള 5 നേരത്തെ നിസ്കാരം നീ കൃത്യമായി നിർവഹിക്കണം. വതുഅദ്ദി സകാത്തൽ മഫ്റൂദത, നിനക്ക് നിന്റെ സമ്പത്തിൽ സക്കാത്തിന് നിർബന്ധിതമായി കഴിഞ്ഞാൽ നീ ആ സക്കാത്തിന്റെ വിഹിതം നീ പാവപ്പെട്ടവർക്ക് കൊടുക്കണം. വതസൂമ റമളാൻ, റമളാൻ മാസത്തിൽ നീ നോമ്പനുഷ്ഠിക്കണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആഗതനായ മനുഷ്യന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു പോകുമ്പോൾ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ, ലാ അസീദു അലാ ഹാദാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഈ പറഞ്ഞു തന്നതായ സംഗതികൾക്കും മേൽ എനിക്കൊന്നും അധികരിപ്പിക്കേണ്ടതില്ല, ഞാനൊന്നും കൂടുതലാക്കി ചെയ്യുകയില്ല. ഇതിങ്ങനെ പറഞ്ഞു തിരിഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിലിരിക്കുന്ന സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയുകയാണ്, മൻ സർറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അവകാശിയിൽപ്പെട്ട ആരെങ്കിലും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, സ്വർഗ്ഗത്തിന്റെ അവകാശിയായി മാറിയിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നമ്മുടെയൊക്കെ ഏറ്റവും പരമോന്നത നീതിപീഠത്തിന്റെ അങ്ങേ അറ്റത്തിരിക്കുന്നതായ ഒരു യജമാനൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതായ ആളുകളൊക്കെ കടന്നു വന്നാൽ നമ്മളൊരു നോക്ക് കാണാനായി തയ്യാറാകാറുണ്ടല്ലോ. നമ്മുടെ സിനിമാ ഇൻഡസ്ട്രിയിലൊക്കെ വിശാലമായ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും ആക്ഷനും മറ്റുമായി ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലേക്ക് വന്നാൽ നമ്മളൊരു നോക്ക് കാണാൻ ആഗ്രഹിക്കാറുണ്ടല്ലോ. എന്നതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അതിനപ്പുറം സ്വഹാബത്തിന്റെ ഒക്കെ മനസ്സിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ആ സ്വർഗത്തിന്റെ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിലിരുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കൊതിക്കുന്ന ആ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു മനുഷ്യനെ കാണാനാണ് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ എന്നാൽ നിങ്ങൾ ആ മനുഷ്യനെ നിങ്ങൾ നോക്കിക്കോ, ആ മനുഷ്യനെ നിങ്ങൾ നോക്കിക്കോ. എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത്? എന്താണ് ആ മനുഷ്യൻ അവിടെ കേട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തതാണ്. ആ മനുഷ്യൻ കേട്ടപാടെ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതായി 5 കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ, അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ഞാൻ ചെയ്യുകയില്ലല്ലോ അല്ലെങ്കിൽ ചെയ്യേണ്ടതില്ലല്ലോ എന്ന ആ ഒരു ആത്മനിർവൃതിയോടുകൂടി മടങ്ങിപ്പോകുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് ആ മനുഷ്യൻ സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മയും സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിൽ ഈ ഹദീസിൽ പറഞ്ഞതായ നിസ്കാരത്തിനു ശേഷം അള്ളാന്റെ റസൂൽ പറഞ്ഞത് സക്കാത്ത് കൊടുത്തു വിടണമെന്ന്. സമ്പത്ത് നമ്മൾ പണിയെടുത്ത് നട്ടപ്ര വെയിലത്ത് നട്ടുച്ചയ്ക്ക് നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്നതായ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിനെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി മറുനാടുകളിൽ പോയി നമ്മൾ പണിയെടുത്തുണ്ടാക്കിയതായ പൈസയിൽ നിന്നും ആളുകൾക്ക് നമ്മുടെ പൈസയിൽ നിന്നും ഒരു വിഹിതം കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഓശാരമായിട്ടല്ല, നമ്മുടെ ഔദാര്യമായിട്ടല്ല, നമുക്ക് നിർബന്ധമായി തീരുന്നതായ ഒരു വേളയുണ്ട്. ആ വേളയിൽ നിന്റെ കയ്യിലുള്ള പൈസ, നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും നിന്റെ കയ്യിലുള്ള പൈസ സക്കാത്തിന്റെ വിഹിതത്തിൽ കൃത്യമായതാണെങ്കിൽ അത് നീ കൊടുത്തു വീഴണമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അങ്ങനെ നമ്മുടെയൊക്കെ സക്കാത്തിന്റെ വിഹിതം പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ പിടിച്ചു വെച്ചാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന നമ്മളെല്ലാ ആഴ്ചകളിലും പാരായണം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാതെ സ്വർണവും വെള്ളിയും മറ്റു ധനങ്ങളും നിങ്ങൾ നിധികളായി സമ്പത്തായി നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ചിലവഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായ ആളുകൾക്ക് അല്ലാഹുവിന്റെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, ഖുർആനിലെ കൃത്യമായ പദപ്രയോഗങ്ങളാണ് നമ്മളെ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അദാബ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ശിക്ഷയാണ്, നമുക്കറിയാം. നിനക്ക് ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞതിനപ്പുറം നിനക്ക് വേദനാജനകമായ, നിനക്ക് സഹിക്കാൻ പറ്റാത്തതായ ശിക്ഷ നിനക്ക് അവിടെ കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ട് അതിന്റെ ചുവടെ പറയുന്ന ഒരു ശിക്ഷാവിധിയുണ്ട്. ആ സന്ദർഭത്തിൽ യുഹ്മാ അലൈഹി ഫീ നാരി ജഹന്നമ, ആ സമ്പത്തിനെ നീ ദുനിയാവിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ നീ പിടിച്ചു വെച്ച നിന്റെ നിധിയായി, നിന്റെ സമ്പത്തായി നീ കാത്തു സൂക്ഷിച്ചു വെച്ചതായ ആ സമ്പത്തിനെ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, നരകത്തീയിലിട്ട് അതിനെ ചൂടാക്കുകയും ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും,
അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തെയും നിങ്ങളുടെ പുറത്തെയും നിങ്ങളുടെ നെഞ്ചിനെയും നിങ്ങളുടെ ശരീരമാസകലം അല്ലാഹു തആല പൊള്ളലേൽപ്പിക്കും, നിങ്ങളെ ചൂട് പിടിപ്പിക്കും. എന്നിട്ട് പറയും നിങ്ങൾ ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ച് തൂത്തുവാരി കൂട്ടി വെച്ചിരുന്നതായ സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിനെയാണ് നീ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആ നരകത്തിൽ വെച്ച് അവനെ ചൂട് പിടിപ്പിക്കുന്ന വേളയിൽ ആ മലക്കുകൾ അവനോട് പറയും, നീ സ്വരൂപിച്ചു വെച്ചതിനെ നീ ആസ്വദിച്ചു കൊള്ളുക എന്ന്. നരകത്തിൽ വെച്ച് നരകത്തിയിൽ കൊണ്ട് ചൂടാക്കിയതായ സമ്പത്തിനെ കൊണ്ട് ചൂട് പിടിപ്പിക്കുന്ന വേളയിൽ അവനോട് പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇത് ഹദീസല്ല, ഇത് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന, പള്ളിയിലിരിക്കുന്ന, വീട്ടിലിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ സൂറത്തു തൗബയിൽ നിങ്ങൾക്ക് പച്ചയായി കാണാവുന്ന ഒരു സംഗതിയാണ്. തഫ്സീറുകളിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് നിർബന്ധമായി തീരുന്നതായ സംഗതിയാണ്. സക്കാത്ത് നൽകാതിരിക്കൽ പേഴ്സണലായി ഒരാളുടെ ഒരു വ്യക്തിപരമായ നാശം മാത്രമാണ്, ഒരിക്കലുമല്ല. സാമൂഹികമായ വിപത്ത് കൂടിയാണ് സക്കാത്തിനെ തടഞ്ഞു വെക്കുക എന്നുള്ളത്. ഞാൻ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഞാനും റബ്ബുമായിട്ട് തീർത്താ മതിയില്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. സാമൂഹികമായ ഒരു വിപത്ത് കൂടിയാണ് സക്കാത്തിനെ തടയുക എന്നുള്ളത്. എങ്ങനെയാണത്? നമ്മുടെയൊക്കെ നാട്ടിലെ മിസ്കീന്മാരും ഫക്കീറന്മാരും സക്കാത്തിന്റെ അവകാശികളിൽ പെട്ടതായ 8 വിഭാഗത്തിൽ ആർക്കെങ്കിലും സക്കാത്തിന്റെ വിഹിതം കിട്ടാതെ അവൻ വീണ്ടും പാവപ്പെട്ടവനായി മറ്റുള്ളവന്റെ മുന്നിൽ പോയി യാചിക്കേണ്ടുന്നതായ അല്ലെങ്കിൽ ആ ഒരു ദുരവസ്ഥയിലേക്ക് അവൻ കടന്നു ചെന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ സമാധാനം പറയേണ്ടത് ആ സക്കാത്ത് കൊടുക്കാതെ തടഞ്ഞു വെച്ചവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹു പറയുന്നു, ഞാൻ നിന്റെ അടുക്കൽ വന്നിരുന്നു, പക്ഷെ നീ എന്നെ പരിഗണിച്ചില്ല. ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിരുന്നു, പക്ഷെ നീ എന്നെ പരിഗണിച്ചില്ല. ഞാൻ നിന്നോട് ഭക്ഷണം തേടിയിരുന്നു, പക്ഷെ നീ എന്നെ പരിഗണിച്ചില്ല. അടിമ അല്ലാഹുവോട് ചോദിക്കും, റബ്ബേ നീ അർഹമുർ റഹീമല്ലേ, നീ റബ്ബുൽ ആലമീനല്ലേ, നീ സർവ്വത്തിനെയും പരിപാലിക്കുന്നവനല്ലേ, നിനക്ക് വെള്ളം തരാനോ നിനക്ക് ഭക്ഷണം തരാനോ നിന്നെ സഹായിക്കാനോ നീ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തിരിച്ചവനോട് പറയുന്നുണ്ട്, നീ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരു പാവപ്പെട്ടവൻ നിന്റെ അടുക്കൽ വന്നിരുന്നു, ഒരു ദാഹിച്ചു വലഞ്ഞവൻ നിന്റെ അടുക്കൽ വന്നിരുന്നു, ഒരു പട്ടിണി കിടന്നവൻ നിന്റെ അടുക്കൽ യാചിച്ചു വന്നിരുന്നു. പക്ഷേ അവനെ പരിഗണിക്കാതെ നീ ആട്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവനെ പരിഗണിച്ചായിരുന്നുവെങ്കിൽ അവിടെ നിനക്ക് എന്നെ എത്തിക്കാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുമെന്ന് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ സക്കാത്തിനെ കൊടുക്കാതെ ആരെങ്കിലും തടഞ്ഞു വെച്ചാൽ അത് സാമൂഹികമായ വിപത്ത് കൂടിയാണ്. ആ സാമൂഹികമായ വിപത്തിന് നമ്മൾ കാരണക്കാരായാൽ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും സമാധാനം പറയേണ്ടതായിട്ട് വരും. ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ? ആരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ? സ്വർണം, വെള്ളി, മറ്റ് കൃഷി ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിലുള്ളതായ സ്വർണം ധാരാളമായി നിധിയായി, പൈസയായി, ഒരു സമ്പത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ആ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കണം. വെള്ളിയും അതുപോലെ തന്നെയാണ്. കൃഷി സംബന്ധമായി ഉണക്കി സൂക്ഷിക്കുന്നതായ ധാന്യങ്ങൾ, അതിന്റെ പറയപ്പെട്ടതായ അളവ് നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ടെങ്കിൽ ആ അളവിന് തുല്യമായ സക്കാത്ത് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന് കച്ചവടക്കാരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. എന്ത് ബിസിനസ് ആണെങ്കിലും ആ ബിസിനസിന്റെ മൂല്യവുമായി ബന്ധപ്പെട്ട് സ്വർണത്തിന്റെ വിഹിതത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവരും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇവരൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ. ഈ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഇതിനെ മറികടന്നു നമ്മളൊക്കെ ഇൻകം ടാക്സിനെയൊക്കെ വെട്ടിക്കാനും വരുമാനത്തിന്റെ സ്രോതസ്സുകളൊക്കെ ഒന്ന് കുറച്ച് കാണിക്കാനും ഒക്കെ നമ്മൾ പേപ്പറുകളൊക്കെ ശരിയാക്കാറുണ്ടെങ്കിലും പടച്ച റബ്ബിന്റെ മുന്നിൽ ആ പേപ്പറുകളൊന്നും നമുക്ക് അനുകൂലമാകാത്ത ഒരു ദിവസം വരും. ആ ദിവസത്തിലാണ് ഞാൻ ഈ മുൻപ് പറഞ്ഞതായ ആയത്ത് നമ്മെ ഓർക്കേണ്ടത്. ആ ദിവസത്തിലാണ് നമ്മൾ സമ്പാദിച്ചതായ സമ്പത്ത് നമുക്കെതിരായി പടച്ചവന്റെ മുന്നിൽ സാക്ഷികളായി മാറുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ബിസിനസിന്റെയും നമ്മുടെ വരുമാനത്തിന്റെയും ഒക്കെ സ്ഥിതിഗതികൾ കൃത്യമായി അറിയാവുന്നവർ നമ്മൾ തന്നെയാണ്. നമ്മുടെയൊക്കെ കൈകളിൽ സക്കാത്തിന്റെ വിഹിതത്തിൽ അതിന്റെ അളവ് കൃത്യമായി അറിയാവുന്ന ആലിമീങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലൊരു ജുമുഅ പ്രസംഗത്തിൽ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ആകുമെന്നുള്ളത് കൊണ്ട് അളവ് പറയുന്നില്ല. സ്വർണം, വെള്ളി, കൃഷി, ഈ സംഗതികളിൽ സക്കാത്തുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാർ, അവർക്കും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി
ഈ സക്കാത്തിന്റെ വർഷം പൂർത്തിയാവുക അല്ലെങ്കിൽ അതിന്റെ നിസ്വാബ് എത്തുക എന്നുള്ളതാണ് സക്കാത്ത് നിർബന്ധമാകുന്നതിനുള്ള കണക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഈ സക്കാത്തിന് അർഹതയുള്ളവർ ആരാണ്? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇന്നിപ്പോ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ പൈസ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. ഒരു കാരണവശാലും സക്കാത്തിന്റെ വിഷയത്തിൽ ഞാൻ വീണ്ടും പറയട്ടെ, സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾക്ക് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും പേര് കിട്ടണം എന്ന് ഒരാളും വിചാരിക്കരുത്. അത് ബാത്തിലാണ്. അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയും അവൻ നൽകിയതിൽ നിന്നുള്ളതായ ആ ചിലവഴിക്കലുമാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിൽ തന്നെ പറയുന്നുണ്ട്, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വൽ ആലിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളതൻ മിനല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ഈ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. സക്കാത്തിന് അർഹതയുള്ള 8 ആളുകൾ, 8 വിഭാഗം ആളുകൾ. അതല്ലാത്ത പുറമേ നിന്നുള്ളതായ ഒരാളും സക്കാത്തിന് അർഹനല്ല. ഒന്നാമത്തത് ഫഖീറാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാണ്? ജോലിയുണ്ട്, തനിക്കും തന്റെ ആശ്രിതരായ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ അവർക്കുള്ളതായ ചെലവിലേക്ക് അത് എത്തുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുക്കുന്നുണ്ട്. അവന്റെ വരുമാനത്തിനേക്കാൾ കൂടുതലായിട്ടാണ് അവന്റെ ജീവിതമാർഗ ചിലവുകൾ. അങ്ങനെയുള്ളവനെയാണ് ഫഖീർ എന്ന് പറയുന്നത്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അന്വേഷിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, ജോലി ഒരാൾ കൊടുക്കുന്നില്ല, ഇവന്റെ വീട്ടിൽ ഇവനെ ആശ്രിതരായി ജീവിക്കുന്ന ആളുകൾക്ക് അവന് ചെലവ് കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം സക്കാത്തിന്റെ വിഹിതത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അതായത് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇസ്ലാമിക ഗവൺമെന്റ് ഒരാളെ ചുമതലപ്പെടുത്തുകയാണ്. ഇന്ന ആളുടെ കയ്യിൽ പോയി സക്കാത്തിന്റെ വിഹിതം വാങ്ങി ഇന്നയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് ജോലി ഏൽപ്പിക്കപ്പെടുന്നതായ ആളുകൾ. മൂന്നാമത്തെ വിഭാഗം അവരാണ്. നാലാമത്തത് പൊതുവിശ്വാസിയായി പുതിയതായി ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ. അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കർക്കശമായ നിലപാടാണത്. നാലാമത്തെ വിഭാഗം പൊതുവിശ്വാസി. അഞ്ചാമത്തത് അടിമമോചനം എഴുതപ്പെട്ടവർ, അവരൊന്നും നമ്മുടെ നാടുകളിൽ ഇല്ല. ആറാമത്തത് കടം കൊണ്ട് വലഞ്ഞവൻ എന്ന് പറഞ്ഞാൽ ലോണെടുത്ത് ബിസിനസ് പൊട്ടി പാപ്പരായി, അതല്ല, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് 2 ആളുകളുടെ വഴക്ക് തീർക്കാനായി സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ കൊണ്ട് കടക്കാരനായവനോ അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നയാൾ ആണ് ആറാമത്തെ വിഭാഗം. ഏഴാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ. എട്ടാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ വഴിയാത്രക്കാരനായി നടക്കുന്നവനായ ആളുകൾ. ഒരു വഴിയാത്രക്കാരൻ വേറൊരു നാട്ടിൽ വല്ലാത്തൊരു ഫിത്നയും ഫസാദൊക്കെ ഉണ്ടായി, ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവൻ വേറെ നാട്ടിലേക്ക് പോവുകയാണ്. അവന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല, ഉള്ള ജീവനും കൊണ്ട് ഓടിയ വഴിയാണ്. ആ വഴിയെ നമ്മുടെയൊക്കെ നാടുകളിലേക്ക് വന്നു. നമ്മുടെയൊക്കെ സക്കാത്തിന്റെ വിഹിതമുണ്ട്, അവൻ അർഹനാണെങ്കിൽ ആ വഴിയാത്രക്കാരന് കൊടുക്കണം. ഈ 8 വിഭാഗം ആളുകൾക്കല്ലാതെ വേറൊരാൾക്കും സക്കാത്തിന്റെ വിഹിതം ഏൽപ്പിക്കാൻ പാടുള്ളതല്ല. ഒരു സംഘടനയും ഏൽപ്പിക്കാൻ പാടില്ല. പള്ളി പണിയാൻ കൊടുക്കാൻ പാടില്ല, മദ്രസ പണിയാൻ കൊടുക്കാൻ പാടില്ല. പാവപ്പെട്ട ഒരു രോഗിയായ ഒരു മനുഷ്യൻ, പാവപ്പെട്ടവനല്ല, ഒരു രോഗി, അവന് രോഗി എന്ന അടിസ്ഥാനത്തിൽ സക്കാത്ത് കൊടുക്കാൻ പോലും പാടില്ല. ഒരു മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യൻ, എന്നാൽ എനിക്ക് സക്കാത്തിന്റെ വിഹിതം എന്റെ കയ്യിലുണ്ട്, എന്നാൽ അവന് സക്കാത്തായിട്ട് അവന്റെ രോഗശമനത്തിന്, രോഗചികിത്സക്ക് രോഗിയായതിന്റെ പേരിൽ കൊടുക്കാമോ? പാടില്ല. അവൻ പാവപ്പെട്ടവനാണെന്ന അടിസ്ഥാനത്തിൽ ആ നിയ്യത്തിൽ കൊടുക്കുന്നതിന് വിരോധമില്ല. ഈ 8ാമതല്ലാതെ 9 ഒരു കാര്യത്തിലേക്ക് സക്കാത്തിന്റെ വിഹിതം, നമ്മുടെ ഒരു അണപ്പൈസ പോയി കഴിഞ്ഞാൽ ആ അണപ്പൈസയുടെ വിഹിതം അള്ളാന്റെ മുന്നിൽ പോയി സമാധാനം പറയേണ്ടി വരും. അതാണ് സക്കാത്ത്. അതൊരു ഇബാദത്താണ്. നമ്മുടെ നിസ്കാരം എങ്ങനെ അള്ളാഹു സ്വീകരിക്കണമെന്ന് നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടണമെന്ന താല്പര്യത്തോടു കൂടി ചെയ്യുന്ന ഒരു സാമ്പത്തിക ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഈ 8ാമത് കൂടാതെ 9ാമതിലേക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സംഘടനപരമായി സക്കാത്ത് വിഹിതങ്ങൾ ഏൽക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. കൃത്യമായി സക്കാത്തിന്റെ വിഹിതം നമ്മൾ കൊടുക്കൽ
കൃത്യമായി അറിയാവുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇനി സ്വന്തമായി ചെയ്യാൻ അതിന് സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു വ്യക്തിയെ വക്കാലത്തേൽപ്പിക്കുക. എങ്ങനെയുള്ള വ്യക്തി? ഞാൻ വക്കാലത്തേൽപ്പിക്കുന്ന ആൾ, ഞാൻ കൊടുക്കുന്ന സക്കാത്തിന്റെ വിഹിതം അർഹരായ ആൾക്ക് കൃത്യമായി കൊണ്ടെത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരാൾക്ക് വേറൊരാളെ വക്കാലത്തേൽപ്പിക്കാം. അല്ലാതെ തോന്നിയ പോലെ പൈസ ആരെങ്കിലും ഏൽപ്പിച്ച് ഏതെങ്കിലും മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും സക്കാത്ത് വീടിയവനാവൂല. ആ സക്കാത്ത് അവന്റെ മേൽ പെൻഡിംഗ് ആയി നിൽക്കും. നാളെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു അതിനെപ്പറ്റി ചോദ്യം ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, ഈ സക്കാത്തിന്റെ വിഹിതം അതിനെ കുറേശ്ശെ കൊടുത്തു. ഇനി ബാക്കി വന്നു 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ബാക്കി വന്നു, ഇനി അത് അടുത്ത റമദാനിൽ കൊടുക്കാം. അങ്ങനെയും മാറ്റിവെക്കാൻ പാടുള്ളതല്ല. സക്കാത്തിന്റെ വിഹിതം കൃത്യമായി അതിന്റെ നിസാബെത്തിയാൽ, അതിന്റെ വർഷം പൂർത്തിയായാൽ ഓരോ വ്യക്തിയും കൊടുത്തുവിടൽ നിർബന്ധമാണ്. സക്കാത്തിന്റെ വിഷയങ്ങളൊക്കെ കൃത്യമായി അത് കൊടുക്കാൻ, അത് ആർക്ക് അത് കൊടുത്തുവിടൽ അർഹരായ ആരെങ്കിലൊക്കെ ഉണ്ട് എങ്കിൽ അതിന്റെ നിയമാവലികൾ കൃത്യമായ മദ്ഹബിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കി നമ്മുടെ അടുക്കൽ നിന്നും പിഴവ് കൂടാതെ വീടേണ്ടതാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വേണം സക്കാത്തിന്റെ വിഹിതങ്ങൾ നമ്മൾ നൽകാൻ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും പള്ളി പണിക്കൊക്കെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പള്ളി പണിക്കൊന്നും മദ്രസ പണിക്കൊന്നും പെമ്പിള്ളേരെ കെട്ടിക്കാനൊന്നും ആ രീതിയിൽ ആ നിയ്യത്തിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പാവപ്പെട്ടവരായി ഈ പറയപ്പെട്ട 8 വിഭാഗമല്ലാതെ 9ാമതൊരാൾ അതിന് അർഹതയുള്ളവരല്ല. അങ്ങനെ ആർക്കെങ്കിലും സക്കാത്തിന്റെ വിഹിതം പോയാൽ ആ സക്കാത്ത് വീടിയിട്ടുള്ളതുമല്ല. അള്ളാഹു കാര്യം മനസ്സിലാക്കാനും നല്ല നിലയിൽ പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 12 കാര്യം